അവൈലബിൾ ആയിട്ടുള്ള ലീഫിന്റെ ഒരു ഡോക്ടറാണ്, ചീഫ് ഡോക്ടറാണ് നമ്മുടെ അഭിഷാം സാറ്. അഭിഷാം സാറാണ് നമ്മുടെ മില്ലറ്റിന്റെ ഉദ്ഘാടനം നമ്മുടെ ഈ മാമൻസിന്റെ വേദിയിൽ വെച്ച് നടക്കുന്നത്. ലീഫിനെ കുറിച്ച് നമുക്കറിയാം, 24 എന്താ പറയാ, ഏതൊരു സമയത്തും ഡോക്ടർ 8 to 8 hours പഠനത്തിനായിട്ട് മാമൻസ് മാർക്കറ്റ് മുഖേന നിരവധി അനവധി ഓഫറുകളും കൈ നിറയെ സമ്മാനങ്ങളുമായി മുഖേരിക്കാരുടെ സ്വന്തം സ്ഥാപനം മാമൻസ് മാർക്കറ്റ് മുഖേരി. നമ്മുടെ ലീഫിന്റെ ചീഫ് ഡോക്ടർ അഭിഷാം നിർവഹിക്കുകയാണ് നമ്മുടെ മില്ലറ്റിന്റെ ഉദ്ഘാടനം. ഏറ്റുവാങ്ങുന്നത് നമ്മുടെ AM അജീഷാണ്. നല്ലൊരു കൈയ്യടി കൊടുത്ത് എല്ലാവരും നല്ലൊരു കൈയ്യടി തന്നെ കൊടുക്കും. ഓക്കെ, താങ്ക് യു ഡോക്ടർ അജീഷേട്ടാ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനങ്ങളാണ് മില്ലറ്റ്സ്. പ്രത്യേകിച്ച് മുത്താറ് അല്ലെങ്കിൽ റാഗി നമുക്ക് ചെറുപ്പത്തിൽ മുതലേ കുട്ടികൾക്ക് കൊടുത്തു വരുന്ന സാധനമാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ കുട്ടികളുടെ തലച്ചോറ് മുതൽ അതുപോലെ തന്നെ വയറ്, അതുപോലെ തന്നെ മറ്റ് സ്കിന്ന്, എല്ലാ ഡെവലപ്മെൻറ്റ്സിനും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെറു ബാല്യം തൊട്ട് ആബാലവൃദ്ധം ജനങ്ങൾക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ മില്ലറ്റ്സിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റും ജീവിച്ചു പോകുന്നുണ്ട്. അവർ ഭക്ഷണം എന്ത് ചെയ്യും, എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഭക്ഷണം കംപ്ലീറ്റ്ലി നിർത്തും. രാവിലെ അവർ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നു, പിന്നെ രാവിലെ വൈകിട്ടാകുമ്പോഴേക്കും വീണ്ടും ഷുഗറൊക്കെ കുറഞ്ഞു വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെയാണ് ഇതൊരു ടിപ്പായിട്ട് ഞാൻ പറയുന്നത്. കാരണം രണ്ടാമത് ഞാൻ പറയുന്നത് ഷുഗർ പേഷ്യൻസ് ആണ്. പിന്നെ മലബന്ധം അനുഭവിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് വയറ്റിന് പോവാതെ ബുദ്ധിമുട്ടാവുന്ന ആളുകൾ. അവർക്കൊക്കെ ഈ മില്ലറ്റ്സ് ഭയങ്കര ഉപയോഗപ്രദമായ സാധനമാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് മില്ലറ്റ്സ്. ഇതിലടങ്ങാത്ത ന്യൂട്രിയൻസ് വളരെ കുറവാണ്. അയൺ കണ്ടന്റ് അത്രയും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് രക്തക്കുറവ് കാര്യങ്ങൾ വരില്ല. രണ്ടാമത് പറയുകയാണെങ്കിൽ ഒരുപാട് പൊട്ടാസ്യം, അതുപോലെ തന്നെ മഗ്നീഷ്യം, പിന്നെ അതിലടങ്ങാത്ത ന്യൂട്രിയൻസ് വളരെ കുറവാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സാധനമാണ് ഈ മില്ലറ്റ്സ്. പിന്നെ അത് കൂടാതെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന് അത്രയും ബെനിഫിറ്റ്സ് ആണ്. ചെറിയൊരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ, അതായത് വളരെ കുറഞ്ഞ കണ്ടന്റ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വിശപ്പ് അനുഭവപ്പെടുകയില്ല. അതുകൂടാതെ ശരീരത്തിൽ നമുക്കറിയാം ഈ അരി ഭക്ഷണവും അതുപോലെ തന്നെ ഗോതമ്പ് ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉടനെ പിന്നെ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ കൂടി വരും. പക്ഷേ മില്ലറ്റ്സ് അതൊരു മാജിക്കൽ ഫുഡ് ഐറ്റമായിട്ടാണ് കാണുന്നത്. കാരണം വളരെ ചെറിയ രീതിയിൽ മാത്രം ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയുള്ളൂ. ആ കൂടാതെ തന്നെ ആ കൂടിയ രീതിയിൽ അതേപോലെ നിന്ന് പോകും, ജാസ്തിയാവില്ല, അതുപോലെ പെട്ടെന്ന് കുറഞ്ഞു പോകില്ല. ആ സ്റ്റഡി സ്റ്റേറ്റിൽ മുമ്പോട്ട് പോകാൻ ഉള്ള കഴിവുള്ള സാധനങ്ങളാണ് മില്ലറ്റ്സ്. പിന്നെ നമുക്കറിയാം, നമ്മളിപ്പം ഭൂരിപക്ഷം എല്ലാവരും 3 നേരം പ്രത്യേകിച്ച് അരി ഭക്ഷണം, ഒരു നേരം മിക്കവാറും ഗോതമ്പാക്കിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഷുഗറും പിന്നെ അതുപോലെ തന്നെ BP ഒക്കെ കൂടുതൽ ആളുകൾ മാറ്റം വരുത്തിയിട്ടുണ്ടാവും. പക്ഷെ ഞാനൊരു റെക്കമെൻഡേഷൻ എല്ലാവരും പറയുന്നത്, ഒരു 55 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 നേരം എന്നുള്ളത് ഒരു സമയമെങ്കിലും നമ്മൾ മില്ലറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കംപ്ലീറ്റ്ലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് മില്ലറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തി രൂപത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇഡലി, അതുപോലെ പുട്ട്, ദോശ, ഈ ഐറ്റംസിലൊക്കെ നമുക്ക് മില്ലറ്റ്സ് ഉപയോഗിച്ച് പോകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും ഇതുകൊണ്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മലബന്ധം, ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ചും ഒരു നേരത്തേക്കെങ്കിലും കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആളുകൾക്ക് മനസ്സിലായിക്കും. നമ്മൾ കേരളം ഒഴികെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഭൂരിപക്ഷവും ഈ മില്ലറ്റ്സിൻ്റെ ഉപയോഗം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്ത് ടിപ്പ് എല്ലാവരും ഓർമ്മിച്ച് ജീവിതത്തിൽ ഒരു ഭാഗമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഒരായിരം പ്രതീക്ഷകൾ വിളക്കുവെന്നുമോ
നൽകാനായി ഡോക്ടറെയും അതുപോലെ തന്നെ മാവേലി സ്റ്റോറിന്റെ മാനേജറെയും ഞങ്ങൾ വേദിയിലേക്ക് ഏരിക്കാരുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം അതുപോലെ തന്നെ നിരവധി ഓഫറുകളുമാണ് ഉള്ളത്. നമ്മുടെ ആദ്യം നറുക്കെടുപ്പ് എടുക്കുന്നത് നമ്മുടെ ലീഫിന്റെ ചീഫ് ഡോക്ടറായ ഡോക്ടർ അഭിഷാം സാറാണ്. സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ആരെങ്കിലും നമ്മുടെ ഈ നറുക്കെടുപ്പ് പൂരിപ്പിച്ചിടാനുണ്ടെങ്കിൽ അവരൊന്ന് പെട്ടെന്ന് ഈ ബോക്സിൽ ഇടേണ്ടതാണ്. ആദ്യ നറുക്കെടുപ്പ് നടത്തുകയാണ്. നല്ലൊരു കൈയ്യടി തന്നെ കൊടുക്കും. വിവേക് ദർശൻ AM. വിവേക് ദർശൻ AM-നാണ് ഫസ്റ്റ് നിറക്ക് വീണിരിക്കുന്നത്. ഈ സമ്മാനം നൽകാനായി ലീഫിന്റെ ചീഫ് ഡോക്ടറായ അഭിഷാം സാറേയും അതുപോലെ തന്നെ സമ്മാനം സ്പോൺസർ ചെയ്ത നമ്മുടെ മാവേലിയുടെ സ്വന്തം മാനേജറെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ വിവേക് ശ്യാമിനെയും ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുക. നല്ലൊരു കൈയ്യടി തന്നെ കൊടുക്കുക. താങ്ക് യു ആൾ. ചേട്ടാ എല്ലാവരും വരും, എല്ലാവരും ശിബിയേട്ടാ അവിടെ നിൽക്കുന്ന എല്ലാവരും മക്കളെ ഒന്ന് അടുത്തോട്ട് വരും. നമ്മുടെ സ്പോർട്സ് സ്റ്റാറിന് മക്കള് ആ ചേച്ചി ഒന്ന് അടുത്തോട്ട് വരും. ഏട്ടാ എല്ലാവരും വരും, അടുത്തോട്ട് വരും. അവിടെ ഇരിക്കുന്ന ചേച്ചിമാർ ഒന്ന് അടുത്തോട്ട് വരും. ചേച്ചി അത് സാറയിൽ അതുകൊണ്ട് വെച്ച് ആരും എടുക്കില്ല. വരും, എവിടെ ഇരുന്ന എല്ലാവരും വരും. നമ്മുടെ ഈ നറുക്കെടുക്കുന്നത് നമ്മുടെ ഓണസമ്മാനത്തിന് ബമ്പറടിച്ച അല്ലേ, മാമൻസിന്റെ ബമ്പറടിച്ച നമ്മുടെ ശനിലേട്ടനാണ്, വട്ടോളിയുള്ള ശനിലേട്ടനാണ് അല്ലേ. ഏറെ നമ്മൾ ആകാംക്ഷിക്കുകയാണ്. ഓക്കെ, അതൊരു നിബന്ധനയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ തോന്നിയല്ലേ ഉണ്ടല്ലേ. ഓക്കെ വരും ശനിലേട്ടാ. നല്ലൊരു കൈ കൊടുക്കാം. എല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കളും ചേച്ചിമാരൊക്കെ കൈയിടുന്നു. ചേച്ചി അതൊക്കെ വെച്ച് കൈയിടിക്കൂ. ഓക്കെ, നാം ഇവരും കാത്തിരുന്ന മൂന്നാമത്തെ നറുക്കെടുപ്പ് ഇവിടെ ശനിലേട്ടൻ നടത്തിയിരിക്കുന്നു. പേര് ജാനിയ AM. ജാനിയ മോക്കും ശനിലേട്ടൻ നല്ലൊരു കൈയടി കൊടുത്ത്. ഓക്കെ, താങ്ക് യു. സായുജ്യം ഇവിടെയുണ്ട്. വെറ്ററൻസിന് വേണ്ടി 5 പേരെയും അതുപോലെ ജൂനിയേഴ്സിന്റെ 5 പേര്. അടുത്തതായി നമ്മുടെ രണ്ടാമത്തെ നറുക്കെടുപ്പ് നടക്കുകയാണ്. രണ്ടാമത്തെ നറുക്കെടുപ്പിന്റെ സമ്മാനം എന്ന് പറയുന്നത് പ്രസ്റ്റീജിന്റെ തവയാണ് നിങ്ങൾക്കായി മാമൻസ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ നറുക്കെടുപ്പ് എടുക്കുന്നത് യാദവ് മോനാണ്, വൈദവ് മോനാണ് എടുക്കുന്നത്. നമ്മുടെ ഈ മാമൻസിന്റെയും ഫുട്ബീന്റെയും എല്ലാമായ നമ്മുടെ ലിജിയേട്ടന്റെ മകൻ വൈദവാണ് നമ്മുടെ ഈ നറുക്കെടുപ്പ് എടുക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുത്ത് എല്ലാവരും. നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ കുട്ടേട്ടനാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക എല്ലാവരും. നിറഞ്ഞ കൈയ്യടി നമ്മുടെ ജയിലിലേക്ക്.
നമസ്കാരം, നമ്മൾ ടൈംസ് ഓഫ് വടരുന്നാണ്. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതാണല്ലോ. അപ്പം താങ്കൾ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് ഏതാണെന്ന് അറിയാൻ പറ്റുമോ? കുന്നൂർ പഞ്ചായത്ത്. കുന്നൂർ പഞ്ചായത്തിൽ ഈ വർഷം പിന്നെ ഇടത് വർഷം 60 വർഷമായിട്ട് കുന്നൂർ പഞ്ചായത്തിൽ ഇടത് വർഷം തന്നെയാണെന്നുള്ള നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അത് തുടർച്ചയായിട്ട് വീണ്ടും അടുത്ത വർഷം വരുമെന്നാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ പ്രാവശ്യം കൂടുതൽ പിന്നെ കഴിഞ്ഞ ഒരു 12 ആളുകളിൽ അല്ല 14 ആളുകളിൽ ഇക്കുറി 15 കിട്ടുമെന്നുള്ള അതാരുടെ അപ്പോൾ നിങ്ങൾ ഏത് വാർഡിലാണുള്ളത്? 5-ാം വാർഡിൽ. മൂന്നാം വാർഡ് 5-ാം വാർഡായി. അപ്പോൾ 5-ാം വാർഡിൽ പിന്നെ വിജിഷയാണ് മത്സരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ അവർ ജയിക്കുന്നതാണ് താങ്കൾ പറയുന്നത്? ഭൂരിപക്ഷം നേരത്തെ ഉള്ളതാണ്. വൻ വിജയത്തോടെ LDF വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ. നമസ്കാരം, നമ്മൾ ടൈംസ് ഓഫ് എന്നുള്ള ഓൺ മീഡിയ നിന്നാണ്. അമ്മയോട് ചോദിക്കാനുള്ള ചോദ്യമോ? പിന്നെ കഴിഞ്ഞ വർഷവും പിന്നെ കുറ്റ്യാടി പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇടത് വർഷമാണ്. വരുന്ന വർഷവും പിന്നെ ഇടത് വർഷം തന്നെ ഭരിക്കുന്നതാണോ അമ്മ പറയുന്നത്? എന്താണ് അമ്മയുടെ അഭിപ്രായം? ഇടത് വർഷം തന്നെ വരും. അപ്പോൾ അമ്മ ഏത് വാർഡിലാണുള്ളത്? പ്രതിനിധിക്കുന്നത് 2-ാം വാർഡിൽ. അപ്പോൾ 2-ാം വാർഡിൽ ആ സ്ഥാനാർത്ഥി ആരാ? മോഹന മാഷ്. അപ്പം വീണ്ടും ഇടത് വർഷം തന്നെ കുറ്റ്യാടി പഞ്ചായത്തിൽ വരും, ജയിക്കൂ. അത് 100% വിശ്വസിക്കുന്നത് ഉറപ്പ്? ഓക്കെ അമ്മേ, ശരി. നമസ്കാരം, നമ്മൾ ടൈംസ് ഓഫ് വടരുന്നാണ്. അപ്പം നിങ്ങളോട് ചോദിക്കാനുള്ളത്, കുറ്റ്യാടി പഞ്ചായത്തല്ലേ നിങ്ങളെ വാർഡ് വരുന്നത്? അപ്പോൾ വരുന്ന ഇലക്ഷനിൽ പിന്നെ LDF തന്നെ വീണ്ടും അധികാരത്തിലെത്തുന്നതാണോ താങ്കൾ പറയുന്നത്? വരും എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഏത് വാർഡാണ് പ്രതിനിധി? 2-ാം വാർഡാ? 2-ാം വാർഡ്. അപ്പോൾ നിങ്ങളുടെ വാർഡിൽ LDF ജയിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കാക്കട് പഞ്ചായത്തല്ലേ? കാക്കട് പഞ്ചായത്തിൽ ഇപ്പം കഴിഞ്ഞ വർഷം ഇടത് വർഷമല്ലേ അവിടെ ഭരണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വർഷവും പിന്നെ ഇടത് വർഷം തന്നെ വരുന്നതാണോ നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഇടത് വർഷം തന്നെ വരൂ? അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇടത് വർഷം തന്നെ ഈ വർഷവും പഞ്ചായത്ത് ഭരിക്കും, വരുന്ന വർഷവും പഞ്ചായത്ത് ഭരിക്കും. അപ്പം കഴിഞ്ഞ വർഷത്തെ ഭരണത്തെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? നിലയില്ല. എങ്ങനെ പൊതുവേ നല്ല പ്രതിനിധിക്കുന്നത്? 5-ാം വാർഡിൽ. 5-ാം വാർഡ് ഏത് പഞ്ചായത്ത്? കുന്നൂർ പഞ്ചായത്ത്. അപ്പം കുന്നൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 60 വർഷമായിട്ട് LDF തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാഴ്ചപ്പാടിൽ വീണ്ടും LDF തന്നെ അധികാരത്തിൽ LDF തന്നെ വരും? അതിനുള്ള ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇഷ്ടം പെൻഷൻ എല്ലാ സാധനങ്ങളും സ്റ്റോറിലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നില്ലേ? പെൻഷനും കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് അവിടെ മത്സരിക്കുന്നത്? നമ്മുടെ ബാലാട്ടിന്റെ മകന്റെ മകള്. നല്ല സ്ഥാനാർത്ഥിയാണ്. അവർ ജയിക്കുന്നതാണ് നിങ്ങളെ? പൂർണ്ണമായിട്ട് ജയിക്കും തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. അദ്ദേഹം ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ജനങ്ങൾക്ക് പിന്നെ ഇതിലപ്പുറം ഒരു ഗുണങ്ങൾ എന്തെന്ന് ചെയ്യേണ്ടത്? നല്ല നമ്മൾ ടൈംസ് ഓഫ് എന്നുള്ള ഒരു ഓൺലൈൻ മീഡിയ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് പഞ്ചായത്തിലാണ്? കാക്കട് പഞ്ചായത്തിൽ നിങ്ങളെ വാർഡിൽ സ്ഥാനാർത്ഥി ആരാണ്? LDFന്റെ സ്ഥാനാർത്ഥി? UDFന്റെ വിനീത. അപ്പോൾ നിങ്ങൾ പിന്നെ ആര് ജയിക്കുന്നതാണ് നിങ്ങളെ കാഴ്ചപ്പാടിലുള്ളത്? ടൈറ്റ് മത്സരം വരുന്നത്. അപ്പോൾ ഈ വർഷവും ഈ വരുന്ന വർഷവും പിന്നെ അവിടെ കഴിഞ്ഞ വർഷവും LDF ആണെന്നാണ് പറയുന്നത്. അപ്പം വരുന്ന വർഷവും LDF തന്നെ വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ പിന്നെ ഉറച്ചു നിൽക്കുന്നത് എന്തിലാണ്? LDFന്റെ വരുന്ന കാഴ്ചപ്പാടിലാണോ, അല്ലെങ്കിൽ മാറ്റം കാണുന്നുണ്ടോ? LDF വരും എന്നുള്ളതാണ്. ഓക്കെ. നമസ്കാരം, നമ്മൾ ടൈംസ് ഓഫ് വടരുന്നാണ്. അപ്പോൾ താങ്കൾ ഏത് പഞ്ചായത്തിലാണ്? കുറ്റ്യാടി പഞ്ചായത്തിൽ. അപ്പം കുറ്റ്യാടി പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷവും LDF ആണ് ഭരിച്ചിരുന്നത്. ഈ വരുന്ന വർഷവും LDF തന്നെ ഭരിക്കുന്നതാണോ താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ പിന്നെ LDF വിജയിക്കുന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. നമസ്കാരം മാഡം, ടൈംസ് ഓഫ് എന്നുള്ള ഓൺലൈൻ മീഡിയ എന്നാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ. അപ്പം മാഡം ഏത് പഞ്ചായത്തിലാണ്? മരുതോങ്കര. അപ്പം മരുതോങ്കര പഞ്ചായത്ത് കഴിഞ്ഞ വർഷവും LDF ആണല്ലോ ഭരിച്ചല്ലേ? അപ്പോൾ ഈ വരുന്ന വർഷവും LDF ആണോ ഭരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? LDF തന്നെ തുടരും, 100% ഉറപ്പ്. ഓക്കെ. ടൈംസ് ഓഫ് എന്നാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഇപ്പം വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് ഇലക്ഷൻ 2 ഉൾപ്പെടെ വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ ശേഷം ജില്ലാ പഞ്ചായത്തിലേക്ക്. അപ്പോൾ കുന്നൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്.
വരുന്ന വർഷങ്ങൾ പിന്നെ എന്തായിരിക്കും സ്ഥിതി? താങ്കൾ എന്താണ് കാണുന്നത്? പഞ്ചായത്തിനെ പറ്റി എന്താണ് താങ്കൾക്ക് അതിനുള്ള അഭിപ്രായം? നമ്മൾ പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വികസനം ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഉണ്ണിമല പഞ്ചായത്ത്. അത് വീണ്ടും വേണമെന്ന് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു. ആ, അപ്പോൾ ഇവിടെ ഈ വർഷം സ്ഥാനാർത്ഥി വനിതാ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി പിന്നെ അതിനെ പറ്റി എന്താ അഭിപ്രായം പറയുന്നുണ്ടോ? ആ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. ആ, എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പം ലേഡീസില്ല. ആ, ആ. അപ്പം ബ്ലോക്ക് ഡിവിഷനിൽ നല്ല ആളാണ്. LDF തന്നെ വരൂ. LDF തന്നെ വരുക. ഓക്കെ, അതിലൊരു മാറ്റമില്ല. അതിൽ ഉറച്ചു നിൽക്കും നിങ്ങൾ. ഓക്കെ.